UDF നിയന്ത്രണത്തിലുള്ള കോഴിക്കോട് വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരൻ പേരാമ്പ്ര ചേന്നോളി സ്വദേശി റിനീഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വൈകിട്ട് 5 മണിക്കുള്ളിൽ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിനീഷിനെ അന്വേഷണ സംഘം ഹാജരാക്കണം. കോൺഗ്രസിനെയും UDFനെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ സംഭവമായിരുന്നു വടകര കടത്തനാട് സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പും തുടർന്നുണ്ടായ നിക്ഷേപകന്റെ ആത്മഹത്യയും. റിപ്പോർട്ടിലേക്ക്. ജൂലൈ 8-നാണ് റിനീഷിനെ പോലീസ് കോട്ടയത്ത് നിന്നും അറസ്റ്റ് ചെയ്തത്. വടകര മുട്ടുങ്ങൽ സ്വദേശി അഹമ്മദിന്റെയും ബന്ധുക്കളുടെയും അടക്കം നിക്ഷേപമായി നൽകിയ 1,20,00,000 രൂപ തിരികെ ലഭിച്ചില്ലെന്ന പരാതിയിലെ വിവരങ്ങൾ ശേഖരിക്കേണ്ട ആവശ്യത്തിലേക്കാണ് റിനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. നിക്ഷേപകരിൽ നിന്നും ഉയർന്ന പലിശ വാഗ്ദാനം നൽകി 5.8 കോടി രൂപ പിരിച്ചെടുത്തെങ്കിലും സൊസൈറ്റിയുടെ അക്കൗണ്ടിൽ ഈ തുക കാണുവാനില്ല. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ പരിശോധനയിൽ 2.16 കോടി രൂപയുടെ ക്രമക്കേടും കണ്ടെത്തിയിരുന്നു. ഈ കേസിലെ 2ാം പ്രതിയാണ് റിനീഷ്. 1ാം പ്രതി സൊസൈറ്റി സെക്രട്ടറി പ്രീന, സൊസൈറ്റി മുൻ പ്രസിഡന്റും കോൺഗ്രസ് DCC സെക്രട്ടറിയുമായിരുന്ന TV സുധീർ കുമാർ എന്നിവർ നിലവിൽ റിമാൻഡിലാണ്. കോൺഗ്രസ് നേതാവിന്റെ വീട്ടുമുറ്റത്ത് കടത്തനാട് സൊസൈറ്റിയിലെ നിക്ഷേപകനായിരുന്ന ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.